Good morning students. Today we are discussing about coverage ratios. Leverage ratios അഥവാ സോൾവൻസി റേഷ്യോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്ട്രക്ചറൽ റേഷ്യോസും അതുപോലെ തന്നെ കവറേജ് റേഷ്യോസും. അതിൽ സ്ട്രക്ചറൽ റേഷ്യോസ് ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സ്ട്രക്ചറൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് വേണ്ടുന്ന ഫിഗേഴ്സ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആണ് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചറൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് സ്ട്രക്ചറൽ റേഷ്യോ? To know the firm's ability to repay the principal amount. ഓക്കെ, അതുപോലെ തന്നെ കവറേജ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റംസ് ആണ്. നമുക്ക് വേണ്ടുന്ന ഫിഗേഴ്സ് കിട്ടുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നാണ്. ആൻഡ് ദീസ് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ടു അസർട്ടൈൻ ദ ഫേംസ് കപ്പാസിറ്റി ടു പേ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റെഗുലർലി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കവറേജ് റേഷ്യോ എന്താണെന്ന് നോക്കാം. കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതൊരു ലിവറേജ് റേഷ്യോയിലെ രണ്ടാമത്തെ ടൈപ്പാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദി ഫേംസ് ഡെപ്റ്റ് സർവീസിംഗ് കപ്പാസിറ്റി. വാട്ട് ഈസ് ഡെപ്റ്റ് സർവീസിംഗ് കപ്പാസിറ്റി? ഇറ്റ് മീൻസ് ദ എബിലിറ്റി ഓഫ് ദി ഫേം ടു മേക്ക് പീരിയോഡിക് പേയ്മെൻറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ബേസിക്കലി ഔട്ട്സൈഡ് ഫണ്ട്സ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ്, ലോൺസ്, ഇതിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസിൻ്റെ മുകളിലുള്ള ഡിവിഡൻറ്റും കൊടുക്കാനുള്ള ഒരു ഫേമിൻ്റെ എബിലിറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട രണ്ട് കവറേജ് റേഷ്യോസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും അതുപോലെ തന്നെ ഡിവിഡൻറ്റ് കവറേജ് റേഷ്യോ. ഓക്കെ, കവറേജ് റേഷ്യോ ബേസിക്കലി രണ്ടെണ്ണമാണ്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആൻഡ് ഡിവിഡൻറ്റ് കവറേജ് റേഷ്യോ. ഓക്കെ, then what is interest coverage ratio? എന്തായിരിക്കും? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഫോർ എ ടൈം പീരീഡ് ഓഫ് 1 year ഡിവൈഡഡ് ബൈ ദി ഇൻട്രസ്റ്റ് ഫോർ ദി സെയിം ടൈം പീരീഡ്. ആൻഡ് ദി ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈസ് എ മെഷർ ഓഫ് ദി നമ്പർ ഓഫ് ടൈംസ് എ കമ്പനി കുഡ് മേക്ക് ദി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഓൺ ഇറ്റ്സ് ഡെപ്റ്റ് വിത്ത് ഇറ്റ്സ് EBIT. EBIT മീൻസ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതായത് ഇപ്പോൾ എല്ലാ ബോറോഡ് ഫണ്ട്സും, ഇപ്പോൾ ലോണാണെങ്കിലും ഡിബഞ്ചർ ആണെങ്കിലും ബോറോയിങ് ഫേംസിന് റെഗുലറായിട്ട് നമ്മൾ എന്ത് പേ ചെയ്യണം? ഇൻട്രസ്റ്റ് പേ ചെയ്യണം അല്ലേ? അപ്പോൾ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രധാനമായിട്ടും ഒരു ഫേമിന് അവരുടെ ഇൻട്രസ്റ്റ് പീരിയോഡിക്കലായിട്ട് കൊടുത്തു വിടാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് സാധാരണ ലോൺസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ആളുകൾ വാങ്ങിക്കണമെങ്കിലും ഒരു ഫേമിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നോക്കിയിട്ടാണ്. അപ്പോൾ ആ ഒരു റീപേയ്മെൻറ്റ് കപ്പാസിറ്റി, ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള കമ്പനിയുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി എബിലിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലായോ? ദിസ് റേഷ്യോ മെഷേഴ്സ് ദ കപ്പാസിറ്റി ഓഫ് ദി ഫേം ടു പേ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് റെഗുലർലി. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഓർ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നും പറയും, EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ടാക്സും ഇൻട്രസ്റ്റും കൊടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ്, അതിൽ നിന്നാണ് ഇൻട്രസ്റ്റ് പേ ഓഫ് ചെയ്യാനുള്ള എബിലിറ്റി ഫേമിനുണ്ടോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് അത് ഇൻ ടൈംസ് ആണ് എടുക്കുക. ഇപ്പോൾ 2 കിട്ടിയെങ്കിൽ 2 times the company is able to pay off its interest from the EBIT, earning before interest and tax. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഡെപ്റ്റ് സർവീസ് റേഷ്യോ എന്നും പറയും. അപ്പോൾ ഈ പ്രോഫിറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അതും അതുപോലെ ഇൻട്രസ്റ്റുമാണ് ഇതിൻ്റെ 2 കോമ്പോണൻസ് അല്ലേ? ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 കോമ്പോണൻസ് ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും ഇൻട്രസ്റ്റുമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമ്മൾ എടുക്കുന്നത് ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? എന്തുകൊണ്ട് ടാക്സും ഇൻട്രസ്റ്റും അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തില്ല? ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുന്നില്ല കാരണം നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ടാക്സ് ഡിഡക്റ്റ് ചെയ്തില്ല? എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് പേ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് വരുന്ന എമൗണ്ടിന് മുകളിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ടാക്സും എന്ത് ചെയ്തില്ല? ഡിഡക്റ്റ് ചെയ്യുന്നില്ല. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആ ഒരു എമൗണ്ടിൽ നിന്നാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഫിഗറിനെ ഇൻട്രസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര തവണ ഇൻട്രസ്റ്റ് പേ ഓഫ് ചെയ്യാൻ കമ്പനിക്ക്
കമ്പനി ഏബിൾ ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എത്ര ടൈംസ്, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയിൽ അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് 6 to 7 ടൈംസ് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ ആണ് സാധാരണയായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ നിങ്ങളുടെ മുന്നിൽ ജസ്റ്റ് ഒന്ന് ഒരു പറയുകയാണ്. അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് എ ലിമിറ്റഡ് ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ആൻഡ് ടാക്സീസ് 1,60,000. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ആൻഡ് ഓൺ ഡിബെഞ്ചേഴ്സ് 1,60,000. എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 40,000 ആണ്. അതുപോലെ തന്നെ ടാക്സും ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇൻട്രസ്റ്റും ടാക്സും ചാർജ് ചെയ്തിട്ടുണ്ട്. 40,000 ഇൻട്രസ്റ്റും 80,000 ടാക്സും ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് തന്നിട്ടുള്ളത് 1,60,000. ഇതിൽ നിന്നും ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? ഇപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് 1,60,000. അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? ഇൻട്രസ്റ്റും ടാക്സ് എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ഏത് ഫിഗറിലേക്ക് കൊണ്ടുവരാം? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നുള്ള ഫിഗറിലേക്ക് കൊണ്ടുവരാം. 1,60,000 കൂടെ 80,000 40,000 ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2,80,000 EBIT അഥവാ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്? 2,80,000. ഇനി ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40,000 ആണ്. 2,80,000 ഡിവൈഡഡ് ബൈ 40,000. കിട്ടിയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് എത്രയാണ്? 7 ടൈംസ് ആണ്. അപ്പോൾ 7 ടൈംസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. ക്ലിയർ? ഇനി കവറേജ് റേഷ്യോയിൽ രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞു ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ആണ് അല്ലേ. വാട്ട് ഈസ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ? ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ഇറ്റ് മെഷേഴ്സ് ദ എബിലിറ്റി ഓഫ് എ കമ്പനി ടു പേ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ മുകളിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടായിരിക്കും അല്ലേ. ഈ ഡിവിഡൻഡ് പേ ഓഫ് ചെയ്യാൻ കമ്പനിയുടെ എബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദി നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബൈ ദി എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് കവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ടാക്സും എല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ഏർണിങ്സ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. അപ്പോൾ ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സിൻ്റെ മുകളിലാണ് അല്ലേ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ മുകളിലാണ് നമ്മൾ ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് റിവീൽസ് ദ സേഫ്റ്റി മാർജിൻ അവൈലബിൾ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു സേഫ്റ്റി മാർജിനാണ് നമ്മൾ ഡിവിഡൻഡ് കവറേജ് റേഷ്യോയിലൂടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഹയർ ദി കവറേജ് റേഷ്യോ അല്ലെങ്കിൽ ഡിവിഡൻഡ് കവറേജ് റേഷ്യോ കൂടുതലാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ ബെറ്റർ ഈസ് ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നർത്ഥം. ഡിവിഡൻഡ് കവറേജ് റേഷ്യോ കൂടുന്നതിനനുസരിച്ച് ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ ജനറലി ഡിവിഡൻഡ് കവറേജ് റേഷ്യോൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് റേഷ്യോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 2 ടൈംസ് ആണ്. അതിൽ കൂടിയാലും കുഴപ്പമില്ല. കൂടിയാൽ എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് മോർ പോസിബിലിറ്റിയാണ്. അത്രയും നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, പ്രോഫിറ്റ് ഉണ്ടെന്നർത്ഥം. സോ കവറേജ് റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഹൗ മെനി ടൈംസ് ദ കമ്പനി ഈസ് ഏബിൾ ടു പേ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണെങ്കിൽ അതിൽ എത്ര തവണ ഇൻട്രസ്റ്റ് പേ ഓഫ് ചെയ്യാൻ കമ്പനി ഏബിളാണ്. ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ആണെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ടാക്സ് അത്രയും ഫൈനൽ പ്രോഫിറ്റിൽ നിന്നും എന്താണ് ഡിവിഡൻഡ് പേ ഓഫ് ചെയ്യാൻ കമ്പനി എത്രത്തോളം ഏബിളാണ് എന്നുള്ളതാണ് ഈ ഒരു കവറേജ് റേഷ്യോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് 2 കവറേജ് റേഷ്യോസിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും അതുപോലെ തന്നെ ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയിൽ എന്താണ് മെഷർ ചെയ്യുന്നത്? ദ എബിലിറ്റി ഓഫ് എ ഫേം ടു പേ പീരിയോഡിക് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ആൻഡ് ഡിവിഡൻഡ് ഓൺ മീൻസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ആൻഡ് അതുപോലെ തന്നെ എന്താ പറയുക ലോൺസ്.
അല്ലേ? കമ്പനിക്ക് ഇൻട്രസ്റ്റ് പേ ഓഫ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയിൽ മെഷർ ചെയ്യുന്നത്. ഡിവിഡൻഡ് കവറേജ് റേഷ്യോയിൽ ദ എബിലിറ്റി ഓഫ് എ ഫേം ടു മേക്ക് കറക്റ്റ് പേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ക്ലിയർ? ഇത്രയാണ് കവറേജ് റേഷ്യോ.